ഹായ്, ടീം 24 എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പിന്നെ ബസ് ഇറങ്ങിയിട്ട് കുറഞ്ഞ ദൂരത്തിൽ നോക്കുന്ന പാർട്ടിയാണ് നിങ്ങൾ. അവർക്ക് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി വീടാണ് കേട്ടോ. വെറും ബസ് ഇറങ്ങിയിട്ട് മെയിൻ NH ഹൈവേ 150 മീറ്റർ ദൂരം വരുന്ന ഒരു വീടാണ്. ഇപ്പോൾ നമുക്ക് വീടിൻ്റെ മുറ്റത്താണ് ഇപ്പോൾ ഉള്ളത്. ഒരു ഗ്രേ ഷെയ്ഡിലുള്ള ഇന്റർലോക്ക് ചെയ്തിട്ടുള്ള ഒരു അടിപൊളി മുറ്റം കൊടുത്തിട്ടുണ്ട് ഓണർ. 2 കാർ പാർക്കിംഗ് സൗകര്യം ഇവിടെ ഓണർ നിലവിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീടിൻ്റെ ഉൾഭാഗമൊക്കെ ഒന്ന് കയറി കണ്ടിട്ട് വരാം. അപ്പോൾ അതാ അതിൻ്റെ സിറ്റ് ഔട്ടിലാണ് കേട്ടോ. ഇവിടുത്തെ സിറ്റ് ഔട്ടിലാണ് അത്യാവശ്യം നല്ല സൗകര്യത്തിൽ ഒരു സിറ്റ് ഔട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഉള്ളിൽ കയറിയിട്ട് ഒന്ന് കാണാം. അപ്പോൾ ഇതാ കയറി വരുമ്പോൾ നല്ലൊരു ലിവിങ് റൂമാണ്. നല്ല വെളിച്ചം കിട്ടുന്ന നല്ല അത്യാവശ്യം സ്പേസ് ഉള്ള ഒരു ലിവിങ് റൂം ഇവിടെ കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട് ഇതുണ്ട് കേട്ടോ. ഈ ഒരു ഭാഗത്താണ് ടിവിൻ്റെ യൂണിറ്റ് കാര്യങ്ങളൊക്കെ വരുന്നത്. പിന്നെ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഡൈനിങ് ഹാൾ വരുന്നത്. അത്യാവശ്യം നല്ലൊരു ഡൈനിങ് ടേബിളൊക്കെ സെറ്റ് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ ഓണർ കൊടുത്തിട്ടുണ്ട്. പിന്നെ വാഷ് ഏരിയ വരുന്നത് ഈ ഒരു ഭാഗത്താണ്. നല്ലൊരു മിററും ടവൽ സ്റ്റാൻഡും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അടിപൊളി ഒരു ബേസിനും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ വീട്ടിലത്തെ ഒന്നാമത്തെ ബെഡ്റൂം കാണാം. ഒന്നാമത്തെ ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതാ ഈ ഒരു ഭാഗത്തായിട്ടാണ് അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നത്. അത്യാവശ്യം നല്ല ഒരു സ്പേസ് ഉള്ള വലിയൊരു ബാത്റൂം തന്നെ. അറ്റാച്ച്ഡ് ബാത്റൂം കഴിഞ്ഞാൽ ഇതാ നല്ല സ്പേസ് ആയിട്ടുള്ള ഒരു അടിപൊളി ബെഡ്റൂം തന്നെ. അത്യാവശ്യം നല്ല സൗകര്യത്തിലുള്ള വലിയൊരു ബെഡ്റൂം തന്നെ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാ രണ്ടാമത്തെ ബെഡ്റൂമാണ് വരുന്നത്. ഇതാ രണ്ടാമത്തെ ബെഡ്റൂം അത്യാവശ്യം നല്ല സ്പേസ് ഉള്ള ഒരു ബെഡ്റൂം തന്നെയാണ്. നല്ല പുറത്തുനിന്ന് നല്ല വെളിച്ചവും കാര്യമൊക്കെ കിട്ടുന്ന രീതിയിലുള്ള ഒരു അടിപൊളി ബെഡ്റൂം ഉണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം. ഇപ്പൊ നമ്മളുള്ളത് ഈ വീട്ടിലത്തെ കിച്ചണിലാണ് കേട്ടോ. ഒരു റഫ് വരുന്ന ഒരു ഡാർക്ക് ഷെയ്ഡിൽ വരുന്ന ഒരു അടിപൊളി ടൈലോട് കൂടിയിട്ട് നല്ലൊരു റാക്ക് കാര്യങ്ങൾ കൊടുത്തിട്ടുള്ള അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു കിച്ചണ് വരുന്നുണ്ട്. ഈ കിച്ചണിന്റെ മുകളിലൊക്കെ റാക്ക് വരുന്നുണ്ട് കേട്ടോ. നമുക്ക് പാത്രങ്ങൾ സാധനങ്ങളൊക്കെ ബോക്സ് കാര്യങ്ങളൊക്കെ വെക്കാനുള്ള സൗകര്യം ഓണറോട് കൊടുത്തിട്ടുണ്ട്. ഈ കിച്ചണിനോട് ചേർന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നല്ലൊരു അടിപൊളി വർക്ക് ഏരിയ വരുന്നുണ്ട്. എൽ ഷേപ്പിൽ റാക്കും കാര്യങ്ങളും വലിയൊരു ബേസൺ തന്നെ. സിങ്കിന്റെ ഒരു അടിപൊളി ഓവൽ ഷേപ്പിൽ വരുന്ന ബേസിനും കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണും വർക്ക് ഏരിയയും വരുന്നുണ്ട് കേട്ടോ ഈ വീട്ടിൽ. അപ്പൊ നമുക്ക് മുകളിലേക്ക് കയറി വരുമ്പോൾ സ്റ്റെപ്പ് വിരിച്ചിട്ടുള്ളത് നല്ലൊരു റഫ് ഷെയ്ഡിൽ വരുന്ന ഒരു നല്ല ഗ്രാനൈറ്റ് ആണ് കേട്ടോ. അടിപൊളിയായിട്ടുള്ള ഒരു ഗ്രാനൈറ്റ് ആണ് വെച്ചിട്ടുള്ളത്. പിന്നെ ഒരു സ്ക്വയർ ടൈപ്പിൽ വരുന്ന സ്റ്റീലിന്റെ ഹാൻഡിലും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. നല്ല ക്വാളിറ്റി ഉള്ള സാധനമാണ് കേട്ടോ ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. ഇപ്പൊ സ്റ്റെയർ കയറി വരുമ്പോൾ തന്നെ ഒരു ഹാളിലാണ്. അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു ചെറിയ സോഫ ഒക്കെ ഇവിടെ ഇടാനുള്ള നല്ല സൗകര്യത്തിൽ ഓണർ ഇവിടെ മുകളിൽ ഹാള് സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഈ വീട്ടിലത്തെ മൂന്നാമത്തെ ബെഡ്റൂം കാണാം. മൂന്നാമത്തെ ബെഡ്റൂമിൽ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സൗകര്യമുള്ള ഒരു അടിപൊളി ബെഡ്റൂം തന്നെ ഇവിടെ വരുന്നുണ്ടോ. അതിന്റെ ഈ ഒരു ഭാഗത്ത് ഡ്രസ്സിംഗ് ടേബിൾ വെക്കാനുള്ള സൗകര്യമാണ് ഓണർ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സ്പേസിൽ ഡ്രസ്സിംഗ് ടേബിൾ വെക്കാൻ വേണ്ടിയിട്ടുള്ള ഇവിടെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. പ്ലഗ് കാര്യങ്ങളൊക്കെ ഈ സൈഡിൽ വരുന്നുണ്ട്. ഇവിടുത്തെ അറ്റാച്ച്ഡ് ബാത്റൂം അത്യാവശ്യം നല്ല സൗകര്യമുള്ള ബാത്റൂമാണ് 4 ബെഡ്റൂമിലും കൊടുത്തത്. നമുക്ക് നാലാമത്തെ ബെഡ്റൂം എന്ന് കാണാം. നാലാമത്തെ ബെഡ്റൂം താഴെയുള്ള അതേ ബെഡ്റൂമിന്റെ ലെവലിലാണ് കൊടുത്തിട്ടുള്ളത്. കയറി വരുമ്പോൾ നല്ല സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഒരു അറ്റാച്ച്ഡ് ബാത്റൂം. ആ ബാത്റൂം കഴിഞ്ഞാൽ വരുന്ന ബെഡ്റൂം നല്ല സൗകര്യമുള്ള വലിയൊരു ബെഡ്റൂം തന്നെ. താഴെയുള്ള അതേ സ്പേസിൽ തന്നെയാണ് മുകളിലും ഈ ബെഡ്റൂം കൊടുത്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഈ വീട്ടിലത്തെ ഓപ്പൺ ടെറസ് ഒന്ന് കാണാം. ഓപ്പൺ ടെറസിൽ എത്തിക്കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല സ്പേസ് ആയിട്ടുള്ള വലിയൊരു ഓപ്പൺ ടെറസ് തന്നെ. നല്ല അടിപൊളിയാക്കിയിട്ട് ഫ്ലോറൊക്കെ ടൈലും കാര്യങ്ങളൊക്കെ ഒട്ടിച്ചിട്ടുള്ള ഒരു അടിപൊളി ഓപ്പൺ ടെറസാണ്. മുകളിൽ ഷീറ്റും കാര്യങ്ങളൊക്കെ ഇട്ടിട്ടുണ്ട്. പിന്നെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പൈപ്പ്
വേസ്റ്റ് വെള്ളം പോകാനുള്ള ഭാഗമൊക്കെ ഈ ഒരു ഏരിയയിലാണ് കേട്ടോ വരുന്നത്. പോയിന്റ് കാര്യങ്ങളൊക്കെ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്പേസ് ഉള്ള ഒരു ഓപ്പൺ ടെറസ് ആണ്, നിങ്ങൾക്ക് അടിപൊളിയായി ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഇവിടുത്തെ ബാൽക്കണി കാണിച്ചു തരാം. ഇതാണ് ഇവിടുത്തെ ബാൽക്കണി വരുന്നത്. രണ്ട് സൈഡിലും നല്ല ഗ്ലാസ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുള്ള അത്യാവശ്യം സൗകര്യമുള്ള ഒരു ബാൽക്കണിയാണ് കേട്ടോ ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ വീട്ടിലത്തെ വെള്ളത്തിന്റെ സൗകര്യം പൈപ്പ് കണക്ഷനാണ്, കിണറില്ല. പക്ഷെ കിണറിന്റെ അതേ ഫെസിലിറ്റിയിലാണ് ഇവിടെ ഓണർ ടാങ്കും കാര്യങ്ങളൊക്കെ 10,000 ലിറ്ററിന്റെ ടാങ്കും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അത് നിങ്ങൾക്ക് അതിന്റെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബാക്ക് സൈഡിലേക്ക് വരുമ്പോൾ ഒരു അലക്കുകല്ല്, ചെറിയൊരു അലക്കുകല്ലും പൈപ്പും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞാൻ പറഞ്ഞ ആ ടാങ്ക്. 10,000 ലിറ്ററിന്റെ ഒരു അടിപൊളി ടാങ്കാണ്. ഈ ഒരു ഭാഗത്ത് പൈപ്പ് ബോള് കാര്യങ്ങളൊക്കെ കണക്ട് ചെയ്തിട്ട് വെള്ളം വരുന്ന സമയത്ത് ഫുൾ ടൈം വെള്ളം വരും. വെള്ളം വന്നുകൊണ്ട് നിൽക്കും. വെള്ളം കുറയുന്നതിനനുസരിച്ച് ഓട്ടോമാറ്റിക്കായിട്ട് നിറയുന്ന ഒരു സിസ്റ്റമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മോട്ടർ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നേരെ നമുക്ക് കിണറിന് മോട്ടർ അടിച്ച് ടാങ്കിലേക്ക് അടിക്കുന്ന അതേ ലെവലിൽ തന്നെ നമുക്ക് ഇതിൽ മോട്ടർ അടിച്ചിട്ട് ടാങ്കിലേക്ക് ആവശ്യത്തിന് വെള്ളം ഉപയോഗിക്കാം. ഫുൾ ടൈം വെള്ളം വരും കേട്ടോ. അത്യാവശ്യം നല്ല സ്പേസുള്ള ഒരു 10,000 ലിറ്ററിന്റെ വലിയൊരു ടാങ്കാണ് ഓണർ സെറ്റ് ചെയ്തിട്ടുള്ളത്. അതിനുള്ള ഡോറ് കാര്യങ്ങളൊക്കെ അവിടെ കൊടുത്തിട്ടുണ്ട്. കിണറിന് പകരമായിട്ടാണ് ഓണർ ഇതിങ്ങനെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വെള്ളത്തിന് യാതൊരു ബുദ്ധിമുട്ടും എടുക്കുന്ന പാർട്ടിക്ക് ഒരു കാലത്തും ഉണ്ടാവില്ല. ബാക്ക് ഭാഗത്തുള്ള കിച്ചണിന്റെ ഭാഗത്തുള്ള സ്പേസ് ആണ് കേട്ടോ. അത്യാവശ്യം നല്ല സൗകര്യത്തിലൊക്കെ വരുന്ന സ്പേസ് കൊടുത്തിട്ടുണ്ട്. സൈഡ് ഭാഗത്തും ബാക്ക് ഭാഗത്തൊക്കെ ആണെങ്കിൽ അത്യാവശ്യം നടന്നു പോകാനുള്ള നല്ല സൗകര്യം ഇവിടെ ഓണർ ചെയ്തിട്ടുണ്ട്. നല്ലൊരു പ്ലാനിലാണ് ഓണർ ഈ വീട് സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ വീടിന്റെ ഫുൾ വീഡിയോസും നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഇതിന്റെ സൗകര്യങ്ങളൊക്കെ വരുന്നു. അപ്പോൾ ഇതിന്റെ ഡീറ്റെയിൽ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം. ഇത് കോഴിക്കോട് ജില്ലയിൽ ഏകദേശം വെള്ളിമാട് നിന്ന് മൂയിക്കൽ ചെലവൂർ ഭാഗത്താണ്. മെയിൻ NH വെറും 150 മീറ്റർ ദൂരം വരുന്ന ഒരു അടിപൊളി വീടാണ്. ബസ് ഇറങ്ങിക്കഴിഞ്ഞാൽ ആകെ ഒരു 2 മിനിറ്റ് നടക്കാനുള്ളൂ. അത്രയും അടുത്താണ് ഈ വീട് വരുന്നത്. 5 സെന്റ് സ്ഥലം, നല്ല റോഡ് ഫ്രണ്ടേജ്, നല്ല കാഴ്ചയുള്ള ഒരു വീടാണ്. ഫുള്ള് ഫാൻസി ലൈറ്റും കാര്യമൊക്കെ ചെയ്തിട്ട് 5 സെന്റ് സ്ഥലം, 2000 സ്ക്വയർ ഫീറ്റ്, 4 ബെഡ്റൂം അറ്റാച്ച്ഡ്, കിച്ചൺ, വർക്ക് ഏരിയ, ലിവിങ്, ഡൈനിങ്, നല്ലൊരു സൗകര്യത്തോട് കൂടിയിട്ടുള്ള ഓപ്പൺ ടെറസ്. ഇതിന് ഓണർ ചോദിക്കുന്നത് 70 ലക്ഷമാണ് കേട്ടോ. നെഗോഷ്യബിൾ ആണ്. സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് മിതമായ നിരക്കിൽ നമ്മൾ വാങ്ങിത്തരും. പിന്നെ ഇതിന് ബാങ്ക് ലോൺ അവൈലബിൾ ആണ്. ലോൺ ഞങ്ങൾ ശരിയാക്കി തരും. അപ്പോൾ ഈ വീട് കാണാനും വാങ്ങാനും നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ വീട് വന്ന് കാണാവുന്നതാണ്. അടിപൊളി വീടാണ്. അപ്പോൾ നിങ്ങൾ ഞങ്ങളുടെ ചാനൽ ടീം 24 എന്ന യൂട്യൂബ് ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എല്ലാവരും മാക്സിമം വീഡിയോ കാണുന്ന എല്ലാവരും ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മാക്സിമം നല്ല നല്ല കമൻറ്റുകൾ ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരെല്ലാവർക്കും ബൈ.